ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇൻട്രോ വണ്ടിയിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഉമ്മയും മക്കളും ഇത്താടെ മോളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി എങ്ങോട്ടാണെന്നല്ലേ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്തോട്ട് പോകാനുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞുമാടെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. അങ്ങനെ 1-2 ആവശ്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഡോക്ടറെ അടുത്തോട്ടാണ് കേട്ടോ പോയത്. അവിടുന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളായപ്പോൾ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് കുഞ്ഞുമാടെ വീട്ടിലോട്ടാണ്. അവിടെ ആർക്കും വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിലോട്ടാണ് പോയത്. ഉമ്മാക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതായത് മൺചട്ടിയില്ലേ കറി വെക്കാനൊക്കെ ആയിട്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഉമ്മ അങ്ങനെ നോക്കിയൊക്കെ എടുക്കുന്നുണ്ട് ചട്ടിയൊക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് മക്കൾസൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും പുറത്തിറങ്ങി എന്തെങ്കിലും മിഠായി കാര്യങ്ങളില്ലാണ്ട് വീട്ടിലോട്ട് കയറില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്കറിയിൽ കയറി. ബാക്കി എല്ലാവരും എടുത്ത് എൻ്റെ മോനെ മാത്രം അവൻ അന്വേഷിച്ച് നടക്കണം, മിഠായി കിട്ടിയില്ല. അങ്ങനെ കുറേ നടന്ന് അറ്റ് ലാസ്റ്റ് ആ സാധനം കിട്ടി കേട്ടോ. അതാണ് ഇത്. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. 1-2 ആവശ്യങ്ങളായിട്ട് പോയതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് മോളെ ഡോക്ടർ കാണിക്കാനുണ്ടായിരുന്ന ഡെർമറ്റോളജിസ്റ്റിനെ. നമ്മൾ ലേറ്റായിട്ടാണ് പോയത്. അതായത് മക്കൾ സ്കൂൾ വിട്ടതിന് ശേഷം കേട്ടോ കാണാൻ പോയത്. ഡോക്ടർ ഒരു 5:30-5:45 ആകുമ്പോഴാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇരുട്ടായിട്ട് കുഞ്ഞുമാടെ വീട്ടിലൊക്കെ എത്തുമ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കയറി. അങ്ങനെ 1-2 ആവശ്യങ്ങളായിട്ട് അത് പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ പൊന്നെ, വേറൊരു കാര്യമുള്ളത്, എന്താ പറയുക, ഒരു മിഠായി, അതായത് ഈ ജെല്ലി മിഠായി ഉണ്ടല്ലോ, ആ ഒരു ജെല്ലി മിഠായിയാണ് ആ സാധനം. ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഞാൻ അത് അന്വേഷിച്ച് ഞാൻ കുറേ ബേക്കറി കടയിൽ ഇറങ്ങി കയറിയിട്ടാണ്. എന്നോ ഒരാവശ്യമായിട്ട് ഒരു ബേക്കറിയിൽ കയറിയപ്പോൾ, ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു വഴിയിലുള്ളൊരു ബേക്കറിയിൽ കയറിയപ്പോൾ കണ്ടതായിരുന്നു മോനെ. അതിൻ്റെ പേര് എന്താ ഒന്നും അറിയില്ല, അവനും അറിയില്ല എനിക്കും അറിയില്ല. അവനന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് സംഭവം. അപ്പം അന്ന് ഞാനത് കണ്ടപ്പോൾ ഒരാവശ്യം തോന്നിയില്ല എനിക്ക്, വേണ്ട വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തില്ല അന്ന്. പിന്നെ അതിന് ശേഷം അവൻ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ കരച്ചിൽ തന്നെ, ആ മിഠായി വാങ്ങിച്ചെന്നില്ല, അത് വാങ്ങിച്ചെന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില. അപ്പം ഇനി എന്തായാലും വേണ്ടില്ല, ഇനി അതങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാം. എന്താ പറയുക, സ്വൈര്യമില്ല എന്ന് പറയില്ലേ, അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിൽ. അപ്പോൾ പിന്നെ ഓക്കെ എന്നിട്ട് ആ കണ്ട കട തന്നെ നമ്മൾ പോയി അത് അവിടുന്ന് കിട്ടിയിട്ട് ആദ്യം നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ തിരഞ്ഞ് അവൻ ആ ഒരു മിഠായി ഇരിക്കുന്ന സെക്ഷനിൽ കുറേ തിരഞ്ഞപ്പോൾ കിട്ടിയായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോയിൽ. അപ്പം അത് വാങ്ങിച്ചു. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് പൈസ ആ മിഠായിയുടെ എന്താ, ഇതാണ് ആ സംഭവം. എന്താണ്, പോക്കോ ലോക്കോ സോർ ടേപ്പ് സ്ട്രോബെറി ഫ്ലേവർ. ഇതുണ്ടോ, ഇങ്ങനെ തിരിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജെല്ലി മിഠായി ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നതാണ് ഈ സംഭവം. ഞങ്ങൾ കൊടുന്നത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കേട്ടോ. ജെല്ലി മിഠായി എനിക്കും ഇഷ്ടമാണ്. മിക്ക ജെല്ലി മിഠായികളും ഇഷ്ടമാണ്. ഇതൊക്കെ മാത്രമേ ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. എൻ്റെ മോനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ആരെന്ത് മിഠായി വാങ്ങിക്കാൻ പോയാലും ഈ ജെല്ലി മിഠായിയാണ് കേട്ടോ ആൾക്ക് ഇഷ്ടം. അപ്പോൾ ജെല്ലി മിഠായിസ് കുറേ ഉണ്ടായിരുന്നു, പല ടൈപ്പും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് അവന് പറഞ്ഞിരുന്നു കേട്ടോ. ഒരു മിഠായി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പുളിമുട്ടായി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ കൊടുന്ന് വെച്ചപ്പോഴാണ് ഈ ജെല്ലി ഇങ്ങനെ ഇതായിട്ട്, അതായത് അതിൻ്റെ ഒരു വലിയ ഷീറ്റൊക്കെ തന്നെ അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ അതിന് അത്ര റേറ്റ് ഒന്നുമില്ല. ഇത് ഈ ഒരു ബോക്സ് ഈ ഒരു സംഭവത്തിൽ വന്നപ്പോഴാണ് തോന്നുന്നു റേറ്റ് 50 റുപ്പീസ് ഉണ്ട്, 50 രൂപയാണ് കേട്ടോ ഇതിന്. പക്ഷെ നമുക്ക് കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇതാണ്, ഇങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ ഓരോ കഷ്ണം കഴിക്കാം, പിന്നെ അങ്ങനെ അടച്ചു വെക്കാം. അങ്ങനെ സംഭവം കുട്ടികൾ കാണുമ്പോൾ രസമാണ്. പക്ഷെ നമുക്കത് 50 രൂപ കൊടുത്തിട്ട് ആ ഒരു ജെല്ലിമുട്ടായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാൻ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല, രസമായിരുന്നു. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതൊന്നും എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പറയാമെന്ന് വിചാരിച്ച് എന്താണ് ആ സംഭവം എന്നുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.